ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അറിവ് പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതോ ഒന്നുമല്ല. നിങ്ങളായിത്തീരുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ഏറ്റവും സുന്ദരമായ അവസ്ഥ. ആ സുന്ദരമായ അവസ്ഥയുടെ ഫീലിംഗ് ആണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇതൊരു സ്കിൽ ഡെവലപ്മെന്റ് ആണ്. ഒരു സ്കിൽ ഡെവലപ്മെന്റ്. ഇപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ ആർക്കും കൗൺസിലിംഗ് സൈക്കോളജിയിലൊക്കെ ഡിപ്ലോമ എടുക്കാനും ഒക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ, ഒത്തിരി സർട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാരിന്റെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന ടെക്നോളജിയും ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ്, ഒരു പരിശീലനമാണ്, ഒരു സ്കില്ലാണ്. മനുഷ്യൻ നിരവധി ടെക്നോളജികള്, നിരവധി ശാസ്ത്ര മേഖലകള് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്ന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ മൊബൈല്, ലാപ്ടോപ്പ് അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും ആധുനികമായ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ വേദനകളെയും ബുദ്ധിമുട്ടുകളെയും ഇല്ലാതാക്കുന്നുണ്ട്. മാനസിക മേഖലയിൽ ആ മൈൻഡിന് നമുക്ക് ഉപദേശങ്ങളും നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നൽകി നമ്മൾ പരിശീലിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ സാങ്കേതിക വിദ്യയായ ബോധത്തിലുള്ള ടെക്നോളജി അത് മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എല്ലാവരും പറയുന്നു അതീന്ദ്രിയ ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു മിസ്റ്റീരിയസ് ആയ ഒരു ഒരു കഴിവ് മനുഷ്യനുണ്ട്. ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രം പോലും പറയുന്നു മനുഷ്യൻ തന്റെ കഴിവിന്റെ 5% പോലും യൂസ് ചെയ്യുന്നില്ല. ആ യൂസ് ചെയ്യാത്തത് എന്താണ്? ബാക്കി ആ മിസ്സിംഗ് ആയ 95% എന്താണ്? അതിനെക്കുറിച്ചുള്ള ഗവേഷണവും പഠനവുമാണ് ഹ്യൂമൻ ടെക്നോളജി. 95% മിസ്സിംഗ് ആയിട്ടുള്ള 5% മാത്രം എടുത്ത് ജീവിക്കുന്ന ബാക്കി, കാരണം ഭൂരിപക്ഷവും മിസ്സിംഗ് ആണ്. എന്തോ മിസ്സിംഗ് അല്ല, ഭൂരിപക്ഷവും മിസ്സിംഗ് ആണ്. അതീന്ദ്രിയ മേഖലയിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. മനുഷ്യന്റെ മനുഷ്യ മസ്തിഷ്കത്തിന്റെയും കഴിവിന്റെയും 5% മാത്രമേ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര കഴിവില്ലാതെയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയിൽ നിന്നാണ് ഈ ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ലക്ഷ്യമാണ്. എൻലൈറ്റ്മെന്റിലൂടെയാണ് ഇത് നേടാൻ കഴിയുള്ളൂ. യെസ്, സയന്റിസ്റ്റുകൾ പോലും 5% യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയണത്. നമുക്ക് ആകെയുള്ള ഒരു ലക്ഷ്യം എൻലൈറ്റ്മെന്റ് ആണ്. എൻലൈറ്റ്മെന്റിലൂടെ മാത്രമേ ഈ 95% നേടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ അനുഭവവും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നേരെ തിരിച്ച് ചിന്തിച്ചു വെക്കുക, നേരെ തിരിച്ച് ചിന്തിച്ചു വെക്കുന്നു. അതിന് കാരണമുണ്ട്. ഞാൻ ഈ ട്രെയിനറായിട്ടൊക്കെ നിൽക്കുന്ന സമയം, ഏത് മൈൻഡ് പവർ മോട്ടിവേഷൻ ട്രെയിനറൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പേര് കണ്ടവരിൻ്റെ ഒരു വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. എന്നാ സ്ട്രെയിഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് റെക്കോർഡ് കേട്ടോ. അപ്പൊ അതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയം
ഞാനൊരു എൻ്റെ ഒരു മെന്ററുടെ അടുത്ത് ചെല്ലുവാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ചെല്ലണത്. അപ്പൊ ആരാ, എന്നാ വന്നേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു ഒരു ട്രെയിനറാണ്, വലിയ ഭവ്യതയോടുകൂടി. നിനക്കിവിടെ ഒന്നുമില്ല, ഇറങ്ങിപ്പോക്കോ. ഉം. നിനക്കിവിടെ ഒന്നുമില്ല, ഇറങ്ങിപ്പോക്കോ. ഞാൻ ഇറങ്ങിപ്പോന്നു, ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിച്ചു. അന്ന് മുതലാണ് ഞാൻ ഈ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഞാനൊരു ട്രെയിനർ എന്ന ഒരു ഐഡന്റിറ്റിയിലാണ് അവിടെ ചെന്നത്. ആ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ട്രെയിനർ ആവാൻ കഴിയില്ല എന്ന് എൻ്റെ മെന്റർക്ക് എന്നേക്കാൾ മുന്നേ മനസ്സിലായതുകൊണ്ട് ആണ് ലീവ് യുവർ ഐഡന്റിറ്റി ആൻഡ് കം. അതിനുശേഷമാണ് ഞാൻ ഇത്രയും ഈ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ്. ഇതൊരു സ്കിൽ ട്രെയിനിങ് ആണ്. അതിനുശേഷമാണ് ഞാൻ ആയത്. അതിനു മുമ്പ് ഞാനൊരു ട്രെയിനർ ആയിരുന്നു, ഇപ്പൊ ഞാനൊരു ട്രെയിനർ അല്ല. എന്നാൽ ആൾക്കാർ കേൾക്കുന്നില്ലേ? ആളുകൾ വരുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും. കാരണം ഞാൻ അന്ന് ഒരു ഐഡന്റിറ്റി തലത്തിലായിരുന്നു നിന്നത്. അന്ന് എനിക്ക് ഈ അറിവുകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു അറിവുണ്ട്, ഈ ഒരു തരത്തിലുള്ള ഒരു വഴിയുണ്ട് എന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു സ്കില്ല് ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഭയങ്കര ക്ലാസ് ഒക്കെ എടുക്കാനൊക്കെ അറിയാം. എനിക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പറയാനറിയാം. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയാൻ എനിക്കറിയാം. എല്ലാ സംവിധാനങ്ങളും ഒന്നിലേട്ടാണ് പോണെന്നുള്ള അറിവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ വർക്കൗട്ട് ആകുന്നില്ല. സ്വന്തം ജീവിതത്തിൽ വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനർ എന്ന ഐഡന്റിറ്റിയിൽ നിന്നും ഒന്നുമില്ലായ്മയിലേക്ക് പോണം. ഒന്നുമില്ലായ്മയിലേക്ക് പോണം എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ അപ്പോഴാണ് ഞാൻ നേരെ നേരെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. നേരെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. നിങ്ങളിൽ നിന്ന് ഒരു ശാരീരികപരമായ ഒരു കാര്യവും ആവശ്യപ്പെടുന്നില്ല എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ശരീരം തന്നിട്ടുള്ളത് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് നിങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന റേഞ്ചിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ നേടാൻ നോക്കും. പൂജ്യത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും പൂജ്യത്തിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ജനനം പൂജ്യത്തിൽ നിന്ന് അപ്പോൾ ഒരു പുതിയൊരു ജനനം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ പൂജ്യത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കറക്റ്റ്. ഇതിന്റെ നിഗൂഢമായ ഒരു ഭാഗത്തേട്ട് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മത്തിൽ പോയി ചെയ്തുകൊണ്ട് ആ കർമ്മത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ശാശ്വതമല്ല. നിങ്ങൾ ചെയ്തു നോക്കിക്കോ, എത്ര കാലം ചെയ്തു നോക്കിയാലും ശാശ്വതമല്ല. അവിടെ നിങ്ങൾക്ക് സകല സമയവും നിങ്ങളുടെ കൂടെയുള്ള ഒരു ശക്തിയെക്കുറിച്ചും ആ ശക്തിയിലേക്കുള്ള സറണ്ടറിനെ കുറിച്ചുമുള്ള 24 അവേഴ്സ് കണക്ഷനാണ് വേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന സാധനത്തിന്റെ പേര് തന്നെ കണക്ഷൻ എന്നാണ്. ആ കണക്ഷൻ ഏതെങ്കിലും സമയങ്ങളിൽ മാത്രമല്ല, 24 അവേഴ്സ് വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന സമയം എന്ന് ഒരു ഗ്രന്ഥത്തിലും നിങ്ങൾക്ക് രേഖപ്പെടുത്തി വെക്കാതിരുന്നത്. മിനിമം ഇന്ന സമയമെങ്കിലും എന്നേ പറഞ്ഞിട്ടുള്ളൂ. മിനിമം.
അനന്തമായ സാധ്യതകളാണ് ഈ സ്കില്ലിലൂടെ നേടാൻ കഴിയുന്നത്. അനന്തമായ സാധ്യതകൾ. സൃഷ്ടിയുടെ നിഗൂഢമായ രഹസ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അനന്തമായ സാധ്യതകൾ സന്നദ്ധമായ ഒരു പ്രകടനമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ദാറ്റ് ഈസ് മിറാക്കിൾ. അതാണ് അത്ഭുതങ്ങൾ. പെട്ടെന്ന് കണക്ട് ആവാൻ എന്തെങ്കിലും ടൂൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൂൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു വിഷയത്തിൽ മാത്രം ഓക്കെ, നിങ്ങൾ മദ്യപിച്ചാൽ എല്ലാവർക്കും കിക്കുന്ന കിക്ക് ഏകദേശം ഒരുപോലെ ആയിരിക്കും. നിങ്ങൾ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന എഫക്റ്റ് ഏകദേശം ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ ഒരു കാര്യത്തിൽ മാത്രം 1000 പേർക്കും കിട്ടുന്നത് 1000 രീതിയിലായിരിക്കും. എല്ലാ കെട്ടും അഴിയും. ഈ ഒരു കാര്യത്തിൽ മാത്രം 1000 പേർക്കും 1000 രീതിയിലാകുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രം സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്കാണ്, ആരുമില്ല കൂടെ, ഒരുത്തനും ഉണ്ടാവില്ല കൂടെ, ഒരു സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു സിസ്റ്റത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകില്ല. ആ ഒരു ഘട്ടം താണ്ടുക എന്ന് പറയുന്നത് ഇറ്റ് വെരി വെരി ഡിഫിക്കൽട്ടാണ്. വലിയ ഡിഫിക്കൽട്ടാണ് അത്. വലിയ ആത്മാർത്ഥത വേണം അതിന്. ചെറിയ ആത്മാർത്ഥത പോരാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ വഴിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം നഷ്ടമായേക്കാം. ചിലപ്പോൾ എല്ലാം നേടിയെടുക്കാനും കഴിഞ്ഞേക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നും എങ്ങനെ രൂപമുണ്ടാകുന്നു എന്ന് ഇന്നലെ നമ്മൾ വിശദീകരിച്ചു എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്തുകൊണ്ടുണ്ടാകുന്നു? ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആരാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം രൂപം അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ എസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫസ്റ്റ് എസ്സിൽ നിന്ന്. യെസ്, അതെ, അല്ലെങ്കിൽ കുൻ. ആദ്യത്തെ അതേയിൽ നിന്നാണ്. ഉണർവിന്റെ മെറ്റാഫിസിക്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. അവേക്കനിങ് മെറ്റാഫിസിക്സ്. എല്ലാത്തിനും മുമ്പുള്ള എസ് ആണ്. ഇതിനു മുമ്പിലുള്ള എസ് ആണോ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മുമ്പിലുള്ള ഒരു എസ് ഉണ്ട്. അതെ, കറക്റ്റ്. എല്ലാത്തിനും മുമ്പുള്ള ഒരു എസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ പേരിന്റെ മുമ്പിൽ ഒരു എസ് തന്നെയാണ്. പക്ഷെ എല്ലാത്തിനും ബാക്കി എല്ലാം പിന്നിലാണ്, അതിന് മുന്നിൽ ഒരു എസ് ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ കണക്ഷൻ കിട്ടും. ഓക്കെ. ശബ്ദത്തിന് മുമ്പ്, സമയത്തിന് മുമ്പ്, ലോകങ്ങൾക്ക് മുമ്പ് ഒരു സമ്മതം ഉണ്ടായിരുന്നു. ഒരു സമ്മതം. അതാണ് ആ എസ്. ഒരു സമ്മതം ഉണ്ടായിരുന്നു. ആ സമ്മതം, അതായത് സൃഷ്ടി രൂപങ്ങൾ ബലപ്രയോഗത്തിലൂടെ അല്ല ആരംഭിച്ചത്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു ബിഗ് ബാങ്, അതൊരു ഒരു ഫോഴ്സ്ഫുള്ളി ഉള്ള അല്ല. അത് സന്നദ്ധതയോടെയാണ്. അതാ നമ്മൾ ആ എസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ഒരു
ഫോഴ്സ് അല്ലായിരുന്നു, അതൊരു സന്നദ്ധതയാണ്. അസ്തിത്വത്തിലേക്കുള്ള പ്രപഞ്ചത്തിന്റെ യെസ്. ആ ആ- ആദ്യത്തെ എസ്, അതിനു മുമ്പ് ഒരു എസ് ഉണ്ട്. രണ്ടാമത്തെ എസ് ആണ് അംഗീകരിച്ച എസ്. അതിനു മുമ്പ് ഒരു എസ് ഉണ്ട്. ആ എസ് എന്ന് പറയുന്നത് ഒരു സമ്മതമാണ്, സമ്മതം. ഇന്ന് നിങ്ങൾ ആർക്കും കൊടുക്കാത്ത ഒരു സമ്മതം. നിങ്ങളുടെ കഴിവ് വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് എന്റെ എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു എസ്. മനസ്സിലായില്ലേ? മനസ്സിലായില്ല? നിങ്ങൾ ഇന്ന് ആരും ചിന്തിക്കുന്നത് എന്താണ്? എന്റെ കഴിവ് ആർക്കും ഉണ്ടാകരുത്, അല്ലേ? നോ, എല്ലാവർക്കും എന്റെ കഴിവുണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു എസ്. ആ എസ് ആണ് സ്നേഹം. മനസ്സിലായില്ലേ? പ്രോഗ്രാമിന് വന്നപ്പോ ഒരു കുട്ടീനെ അവരെവിടെയോ എന്താ, ആ കുട്ടി ഇച്ചിരി ശാഠ്യക്കാരനാണ്. ഇവനെ നന്നാക്കാൻ വേണ്ടിയിട്ട് എസ് എമ്മിന്റെ അടുത്ത് കൊണ്ടുവന്നേക്കാണ്. നിങ്ങൾ കാണണം അവിടെ നടന്ന തമാശ. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാരെ ഉള്ളിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നല്ലോ. അപ്പോ മുത്തശ്ശിയാന്ന് തോന്നുന്നു, ദേ എസ് എം വന്നേക്കണം മോനെ, കൈ കൊടുക്ക് കൈ കൊടുക്കും. അവനപ്പ ഹും എന്ത് എസ് എം, ഏത് എസ് എം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അവനോട് അങ്ങനെ പറയരുത്. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ, ഞാനാണ് നീ. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, എന്നോടൊന്നും ആരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുത്തിനെ മൈൻഡ് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ അപ്പൊ അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി, ചെറിയൊരു പുഞ്ചിരി. കൈയൊന്നും തന്നില്ല അവൻ. ഞാൻ പറഞ്ഞു കൈയൊന്നും വേണ്ട, നീ ധൈര്യമായിട്ട് ചെയ്യ് കേട്ടോ, നീ സൂപ്പറാണ്. അപ്പൊ അവന്റെ ഈഗോയ്ക്ക് മനസ്സിലായി ഈ പുള്ളി എന്നെ തോപ്പിക്കാൻ വന്ന ആളല്ല. ചെറിയ പ്രായമുള്ള ഒരു 15 വയസ്സ് താഴെ കുട്ടി, മാക്സിമം 5 വയസ്സോ 16 വയസ്സോ. പക്ഷെ ആ പ്രോഗ്രാം ഞാൻ നോട്ട് ചെയ്തു. ആ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ആ ക്യൂവിൽ നിന്ന് അവൻ എൻ്റെ അടുത്ത് വന്നു. വന്ന് എന്നോട് പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ പുഞ്ചിരിയും സമ്മാനിച്ചിട്ട് അവൻ പോയത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. അവന്റെ മുഖം ഞാൻ മറക്കൂല. കാരണം അതാണ്, അതാണ് സ്നേഹം. എന്നെ, ഞാൻ തന്നെ അതായിത്തീരട്ടെ എന്ന യെസ്. ആ കുട്ടിക്ക് മനസ്സിലായി ഇയാൾ എന്നെ തോപ്പിക്കാൻ വന്നതല്ല. ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും അവനെ തോപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവന്റെ പ്രശ്നവും. അവൻ ഭയങ്കര കരുത്തനാണ്. ആ കരുത്തിനെ തോപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും, നിങ്ങൾ എല്ലാവരും കരുത്തന്മാരാണ്. നിങ്ങൾ പലരും തോപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിജയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ അസ്തിത്വത്തിന്റെ ഒരു 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 കോസ്മിക് എസ് എന്ന് പറയുന്നത് എവരിതിങ് ഈസ് മീ എന്നുള്ളതാണ്. അതാണ് ദൈവീക സർഗാത്മകതയുടെ രഹസ്യം, സീക്രട്ട്. ദൈവീകമായ സർഗാത്മകതയുടെ സീക്രട്ട് എന്ന് പറയുന്നത് ആ രഹസ്യമാണ്. സന്നദ്ധത, നൽകുവാനുള്ള സന്നദ്ധത, അത് ഏറ്റെടുക്കാനുള്ള സന്നദ്ധത മനുഷ്യനുണ്ടോ എന്നുള്ളതാണ് മനുഷ്യൻ പ്രയോഗിക്കേണ്ടത്. അവിടെയാണ് ഈ സാത്താൻ, ഇബിലീസ്, ഭൂതം, പ്രേതം, പിശാചൊക്കെ വന്നത്. അത് ഏറ്റെടുക്കാനുള്ള നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ? 95% ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡി. അതിൽ എത്ര ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ട്? അവിടെയാണ് എന്തുകൊണ്ടാണ് ഈ പ്രകടനങ്ങൾ, രൂപങ്ങൾ സംഭവിക്കുന്നത്. ദിവ്യമായ സ്വാതന്ത്ര്യമാണ്. ദിവ്യമായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദിവ്യമായ സ്വാതന്ത്ര്യം. യു ക്യാൻ ഫീൽ, യു ക്യാൻ എൻജോയ്. ശരിയാണ്, മത്സരിക്കാനാണ് ലോകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം പഠിപ്പിക്കുന്നത് മുഴുവൻ മത്സരിക്കാനാണ്. ദൈവം പഠിപ്പിക്കുന്നത് മത്സരിക്കാനല്ല. ദിവ്യമായ സ്വാതന്ത്ര്യം, സ്നേഹം എന്ന സൃഷ്ടിപരമായ പ്രേരണ.
അവിടെയാണ് ഉദ്ദേശത്തിന്റെ ആവിർഭാവം. എന്ത് ഉദ്ദേശത്തിലാണ് നീ ഇവിടെ വന്നത്? 100% നമ്മൾ റെഡിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഒന്നും പ്രതീക്ഷിക്കരുത് എന്നതാണ്. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. അവിടെ ഉദ്ദേശത്തിന്റെ ആവിർഭാവം എവിടെയാണ്? നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കരുത് അവരെയൊന്നും. അവർക്കൊക്കെ തനിയേ മനസ്സിലാകും. ഓരോ രൂപീകരണത്തിനും പിന്നിലുള്ള യെസ്, ഈ യെസ് അല്ലാതെ ഒന്നും ദൃശ്യമാവുകയില്ല. ഈ യെസ് ഇല്ലാതെ ഒന്നും ദൃശ്യമാകില്ല. ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നിനും വേണ്ടി ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കും. ഈ എസ് ഇല്ലാതെ ഒന്നും ദൃശ്യമാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് എസ്. ഈ എസ് ഇല്ലാതെ ഒന്നും ദൃശ്യമാകില്ല. മനസ്സിലാകണ്ടോ? അതാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് കിട്ടിയ അവസരം എന്ന് പറയുന്നത്. ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ഇച്ഛാശക്തി. ഇച്ഛാശക്തി, സൃഷ്ടി ഇച്ഛാശക്തിയിൽ നിന്നും ഒഴുകുകയാണ്. വിൽ പവർ ഒഴുകുകയാണ്. ഇച്ഛാശക്തിയുടെ ശക്തിയാണ് വിൽ പവർ. ഇച്ഛാശക്തിയുടെ ശക്തി, അത് ആ ശക്തിയാണ് ഒഴുകുന്നത്. ഒരു വിൽ പവർ ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഒരു വിൽ പവർ ഇല്ലെങ്കിൽ എൻ്റെ കഴിവ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പറയാൻ പറ്റണമെങ്കിൽ എത്ര വിൽ പവർ വേണം? ഇവനെങ്ങാനും എൻ്റെ മോളിൽ കയറിയാലോ എന്ന് ചിന്തിച്ചാലോ? അവന് വിൽ പവറേ ഉണ്ടാവില്ല. നിങ്ങക്ക് മനസ്സിലായില്ലേ? ഉം. അതൊരു അസാമാന്യമായ വിൽ പവറാണ്. അസാമാന്യമായ വിൽ പവറാണ്. എൻ്റെ പവർ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുറ്റും എല്ലാവരും പറഞ്ഞിരുന്നു, എന്തിനാണ് ഇവരെ സൃഷ്ടിക്കുന്നത്? ഇവന്മാര് കുഴപ്പമുണ്ടാക്കില്ലേ? ഇവർക്ക് ഈ കഴിവുകൾ കൊടുക്കണത് എന്തിനാണ്? ഇല്ല. ഈ കഴിവ് കൊടുത്താലും അത് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവും. ആ ഒരു വിഭാഗമാണ് നിങ്ങൾ. ആ ഒരു വിഭാഗമാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എത്ര കഴിവ് കിട്ടിയാലും നിങ്ങൾ എന്നെയും മറക്കില്ല, ഈ വഴിയിൽ പോയ ആരെയും മറക്കില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഒരിക്കലും ഇനി ശ്രീകൃഷ്ണനെ തള്ളി പറയില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരിക്കലും യേശുവിനെ തള്ളി പറയില്ല, മോശയെ തള്ളി പറയില്ല, ഏ, മുഹമ്മദ് നബിയെ തള്ളി പറയില്ല. എന്നെ ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ തള്ളി പറയില്ലെന്ന് എനിക്കറിയാം. എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു ആ പുള്ളിക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുള്ളൂ, അല്ലാതെ തള്ളി പറയൂല എന്ന്. കാരണം ഒരാളും മോശവും ഒരാളും നല്ലതുമില്ല എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. തള്ളി പറയൂല എന്ന് എനിക്കറിയാം. പിന്നെ എന്നാ കുഴപ്പം? ഇച്ഛാശക്തിയുടെ ശക്തിയും ലീല എന്ന മായയും ദിവ്യമായ നാടകവും ചേരുന്നതാണ് നമ്മുടെ ജീവിതം. ഇച്ഛാശക്തി, നമുക്ക് കോംപ്ലക്സ് ആണ് എപ്പോഴും. മനുഷ്യൻ എപ്പോഴും കോംപ്ലക്സ് ആണ്. എന്താണ് ഇവൻ നന്നാ, എനിക്കത് കിട്ടിയില്ലോ, എനിക്ക് ആ അവസരം കിട്ടിയില്ലല്ലോ, ഞാൻ വലിയ പുള്ളിയല്ലേ, എന്നെ ആൾക്കാർ മൈൻഡ് ചെയ്തില്ലല്ലോ, മറ്റേ ആൾക്ക് കൂടുതൽ പരിഗണന കൊടുത്തല്ലോ എന്നുള്ള എന്നുള്ള ഒരു ഒരു ആ അത് കോംപ്ലക്സ് ആണ്. എന്നാൽ ഇച്ഛാശക്തിയും ദിവ്യമായ നാടകവും
മായയും ചേർന്നതാണ് നമ്മുടെ ജീവിതം. ബ്രഹ്മം എന്ന് പറയുന്നത് പൂർണ്ണമാണ്. ബ്രഹ്മവും പരബ്രഹ്മവും പൂർണ്ണമാണ്. അതിന് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്നിട്ടും പ്രകടിപ്പിക്കുന്നു. അത് ആവശ്യത്തിൽ നിന്നല്ല, ആനന്ദത്തിൽ നിന്നാണ്. സ്വയം തിരിച്ചറിയലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവവും നിങ്ങളും പൂർണ്ണരാണ്. നിങ്ങളുടെ ശരീരവും മനസ്സുമാണ് പൂർണ്ണമല്ലാത്തത്. ശരീരവും മനസ്സും പൂർണ്ണമല്ലാതായത് ദൈവത്തിന്റെ കുഴപ്പമല്ല. നിങ്ങള് ആലമുൽ അർവാഹിൽ വച്ച്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തില് നിങ്ങളൊരു പൊക്കം കുറഞ്ഞ ആളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കം കുറഞ്ഞ ആളായിട്ട് തന്നെ ജനിക്കും. അതിനൊന്നും ഒരു സംശയമില്ല. ഏ നിങ്ങൾ ആലമുൽ അർവാഹിലാണെന്ന് വെച്ചോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലാന്ന് വെച്ചോ. ആ നിങ്ങൾ ആ ബോഡി ചൂസ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ അറിയാൻ ശ്രമിക്കാത്തതാണ്. അടുത്തത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ് എന്നേ നമുക്ക് അവരോട് പറയാൻ കഴിയുള്ളൂ, നിങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ. അല്ലാതെ നിങ്ങളോടൊരു നീതികേട് പരബ്രഹ്മ അല്ലെങ്കിൽ ദൈവം, ഈശ്വരൻ, സൃഷ്ടാവ്, കർത്താവ് കാണിച്ചിട്ടില്ല. ആ തിരിച്ചറിയലാണ് മിസ്റ്റീരിയസ്. മിസ്റ്റീരിയസ് ആയിട്ടുള്ള വഴിയിലേക്ക് ഉള്ള യാത്ര എന്ന് പറയുന്നത് ഓർമ്മയില്ലാതെ ഓർമ്മിച്ചെടുക്കുന്നതാണ്. ഓർമ്മയില്ലാതെ ഓർമ്മിച്ചെടുക്കുന്നതാണ്. അതിനൊരു കഥ പറയുന്നുണ്ട്, ആദത്തിന്റെ കഥ. ആദത്തിന് 1000 വയസ്സായിരുന്നു, ദാവൂദിന് 60 വയസ്സായിരുന്നു. അപ്പൊ ആദത്തിന്റെ 40 വയസ്സ് ദാവൂദിന് കൊടുത്തു എന്നും ആദം പിന്നീട് അത് മറന്നുപോയി. അപ്പൊ തിരിച്ചു പോകാൻ സമയമായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ, ഇനി 40 വർഷത്തോടെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു എന്നാണ്. ഒരു മെറ്റഫർ ആയിട്ടുള്ള, സിംബോളിക് ആയിട്ടുള്ള ഒരു കഥയാണത്. അതായത് ആദം പോലും മറന്നുപോയി എന്ന കഥയാണത്. ഭൂമി വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ? അപ്പൊ പൂർണ്ണമായ ആ ആത്മാവിനെ, ആ ബ്രഹ്മത്തെ, ആ റൂഹിനെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കണക്ഷൻ നല്ല രീതിയിൽ ഇടതടവില്ലാതെ കണ്ടിന്യൂ ആയിട്ട് പോകാൻ കഴിയുക. അത് എന്തെങ്കിലും വെളിപാടുണ്ടാകുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നിലേട്ടൊരു സാധനം ഇറങ്ങി വന്നിട്ട് പറഞ്ഞതോ അങ്ങനെയൊന്നുമല്ല. യു ക്യാൻ ഫീൽ 24 hours ഒരു സാന്നിധ്യം. അപ്പൊ പൂർണ്ണമായത് വീണ്ടും പ്രകടിപ്പിക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇത് ആനന്ദത്തിൽ നിന്നാണ്. സ്വയം തിരിച്ചറിയൽ എന്ന ആനന്ദത്തിൽ നിന്നാണ്. മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകുന്നുണ്ടോ? എത്രയോ ആത്മാക്കൾ, കോടാനുകോടികളുണ്ടോ, അവയൊക്കെ വരും. അതൊക്കെ വന്നുകൊണ്ടേയിരിക്കും, ബാക്ക് ടു ബാക്ക്, ബാക്ക് ടു ബാക്ക്. അതൊന്നും നമ്മുടെ വിഷയത്തിലല്ല. എല്ലാം അന്നേ ഉണ്ടായിരുന്നതാണ്, പുതുതായി ഉണ്ടാകുന്നതല്ല. ഒന്നും പുതുതായി ഉണ്ടാകുന്നതല്ല. അതാണ് ഊതി എന്ന് പറയുന്നത്. പുതുതായി ഉണ്ടാകുന്നതല്ല, ഉണ്ടായിരുന്നതാണ്. അവർ ആ കടന്നു വന്ന വഴികളിൽ അവരെന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ആ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് നിങ്ങൾ. അപ്പോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പൂർണ്ണമാണ്, അത് പ്രകടിപ്പിക്കുന്നു, അത് ആവശ്യത്തിൽ നിന്നല്ല ആനന്ദത്തിൽ നിന്നാണ്. പ്രപഞ്ചം നൃത്തമാണ്. അതാണ് ഇച്ഛയും ഇച്ഛാശക്തിയും ആ, ലീലയും എന്ന് വേദാന്തത്തിലും തന്ത്രത്തിലും ഒക്കെ പറയുന്ന ആ ഒരു ഭാഗം ഹിന്ദു ദർശനങ്ങളിൽ. അതേസമയം ഈ മുസ്ലിങ്ങളുടെ ഒരു ദർശനമുണ്ട്. ഞാൻ മറഞ്ഞിരിക്കുന്ന നിധിയായിരുന്നു, അറിയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ സൂഫികളൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. അത് ഒരു പ്രപഞ്ചശാസ്ത്രമാണ്. അറിയപ്പെടാനുള്ള ദിവ്യമായ ആഗ്രഹം. ഒരിക്കലുമില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ പാർട്ടിലോ നിങ്ങളുടെ ശരീര അവയവങ്ങളിലോ അല്ല അത് കുടികൊള്ളുന്നത്. നിങ്ങൾ ഇപ്പോഴും അതേ തന്നെ വച്ചുകൊണ്ട് അതിനെ
താരതമ്യം ചെയ്യുമ്പോൾ എത്ര എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് അതിനെ വെക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും ആ ശരീരത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിപ്പോ ഈ പറഞ്ഞ എല്ലാ ജീവജാലങ്ങൾക്കും ഇല്ലേ? അതിനെന്ത് വ്യത്യാസം? ഒന്നുമില്ല. അതിനപ്പുറത്ത് വേറൊരു സാധനമുണ്ട്. അത് നിങ്ങൾക്ക് ഉള്ളില് ഗർഭപാത്രത്തിൽ ഒരു കുട്ടിയായി രൂപം കൊണ്ട് നിങ്ങളുടെ രൂപം വന്നതിന് ശേഷം വരുന്നതാണ്. ഞാൻ മറഞ്ഞിരിക്കുന്ന ഒരു നിധിയായിരുന്നു, അറിയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് സ്വാഭാവികമായി സൃഷ്ടി ദിവ്യമായ ഒരു വാജ്ഞയാണ്, അല്ലാതെ അഭാവമല്ല. സ്നേഹം എന്നത് പ്രപഞ്ചത്തിന് മുമ്പേ ആണ്. സ്നേഹം പ്രപഞ്ചത്തിന് മുമ്പേ സ്നേഹമാണ്. പ്രകടനമാണ് കരുണ. അസ്തിത്വം എന്നത് ഒരു സമ്മാനമാണ്. ശരിക്കും സമ്മാനം. നമുക്കിതൊരു ഭാരമായിട്ടാണ് ഇപ്പൊ അനുഭവപ്പെടുന്നത്. അത് നമ്മുടെ കുഴപ്പമാണ്. നമുക്ക് മടുക്കാത്തൊരു മേഖലയുണ്ട്. നമുക്ക് ബോറടിക്കാത്തൊരു മേഖലയുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നിങ്ങൾ ചെലവഴിക്കും. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും. ഇത് സംസാരിക്കാൻ ഒരാളെ കിട്ടിയാൽ പിന്നെ ഒരു സന്തോഷമായിരിക്കും. വാവ്. അത് സംസാരിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ നിന്നും ഒരു 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 ഫീല് വരും നമുക്ക്. ശരിക്കും നിങ്ങളത് അനുഭവിക്കണം. പ്രപഞ്ച ദൃശ്യതയ്ക്ക് യെസ് എന്ന് പറയുന്ന ഒരു രക്ഷിതാവിനെ നിങ്ങൾ അറിയണം. പ്രപഞ്ച ദൃശ്യതയ്ക്ക് യെസ്, കോസ്മിക് ആയിട്ടുള്ള ഒരു യെസ്. സൃഷ്ടിപരമായ വചനത്തെക്കുറിച്ച് യേശു പറഞ്ഞത് അതാണ്. വെളിച്ചമുണ്ടാകട്ടെ. ആജ്ഞയല്ല, അത് ആവിഷ്കാരമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡർ. അത് ആവിഷ്കാരമാണ്. വാക്ക് അവിടെ സൃഷ്ടിപരമായ ഒരു വൈബ്രേഷനായി മാറുകയാണ്. സ്നേഹം എന്ന ഉറവിടമായി മാറുകയാണ്. സൃഷ്ടി ഔദാര്യമായി, ഗ്രേസ്, ഗ്രേസ് ആയിട്ട് മാറുകയാണ്. ദൈവത്തിനും ലോകത്തിനും ഇടയിൽ നിത്യനായ ഒരു ഒരു യേശു, ഒരു ഈസ. നിത്യനായ ഒരു യേശു അല്ലെങ്കിൽ ഈസ എന്ന് പറയും. ദൈവത്തിനും ലോകത്തിനും ഇടയിൽ നിത്യനാണത്. അതുകൊണ്ടാണ് പ്രത്യേക രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നിത്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തെ അല്ല നിങ്ങൾ നിത്യനായിട്ട് കാണേണ്ടത്. ആ ചൈതന്യത്തെയും ആ കോൺഷ്യസ്നെസ്സിനെയുമാണ് നിങ്ങൾ നിത്യനായിട്ട് കാണുന്നത്. സൃഷ്ടി എന്നാൽ ദൈവം തന്നെ തന്നെ പുറത്തേട്ട് പകരുന്നതാണ്, പകരുന്നതാണ്. അതാണ് കോൺഷ്യസ്നസ്. മരണത്തിൽ നിന്നും യേശു മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി എന്നാൽ ദൈവം തന്നെ തന്നെ പുറത്തേട്ട് പകരുന്നതാണ് എന്ന കോൺഷ്യസ്നസ് ആണ്. ആ കോൺഷ്യസ്നസ്സിൽ എത്തണമെങ്കിൽ എത്ര ദൂരം ഇനി നിങ്ങൾ സഞ്ചരിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അതാണ് നമ്മുടെ നമ്മുടെ ചിന്ത. എന്ത് നിങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് അതാണ്. സൃഷ്ടി എന്നാൽ ദൈവം തന്നെ തന്നെ പുറത്തേട്ട് പകരുന്നതാണ്. അതാണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. അദ്ദേഹം ചെയ്തത് അതാണ്. ആ അത്ഭുത പ്രവൃത്തികൾ എന്ന് പറയുന്നത് അതാണ് അദ്ദേഹം ചെയ്തത്. ദൈവത്തിനും ലോകത്തിനും ഇടയിൽ ആ കോൺഷ്യസ്നസ് ആണുള്ളത്. അതാണ് പകർന്നത്. അതിലേട്ടെത്താൻ നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കണം? സൈക്കോളജിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇന്ന് ഹൈദരലി സാറും പറഞ്ഞു, എല്ലാ ഉദ്ദേശങ്ങളും പ്രവർത്തിക്ക് മുമ്പാണ് ഉയർന്നു വരുന്നത്.
എല്ലാ ഉദ്ദേശങ്ങളും പ്രവർത്തിക്ക് മുമ്പ് ഉയർന്നു വരുന്നതാണ് എന്ന് പറഞ്ഞു അല്ലേ? എല്ലാ ഉദ്ദേശങ്ങളും പ്രവർത്തിക്ക് മുമ്പ് ഉയർന്നു വരും. ആ ഉദ്ദേശം എന്താണ്? പ്രവൃത്തിക്ക് മുമ്പുള്ള ഉദ്ദേശം എന്താണ്? അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തിക്ക് മുമ്പ് എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് നടപ്പിലാകുന്നത്. നിങ്ങളുടെ ഒരു രോഗശാന്തി എന്ന് പറയുന്നത് സൈക്കോളജി പറഞ്ഞ് നിങ്ങളുടെ സമ്മതത്തോടെയാണ് ആരംഭിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്മതത്തോടെ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ചോദിച്ച ഒരു കാര്യം. എപ്പോഴാണ് ഇത് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്മതത്തോടു കൂടി. യേശു ആദ്യം ചോദിച്ചൊരു വാചകമുണ്ട് എല്ലാവരോടും. നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് സമ്മതമാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് സമ്മതത്തോടെ മാത്രമേ ആരംഭിക്കൂ. ആ സമ്മതിക്കാനാണ് മനുഷ്യർക്ക് തടസ്സം. അവിടെയാണ് എല്ലാവരും വെല്ലുവിളിക്കുന്നത്. അവിടെയാണ് എല്ലാവരും നീ ശരിയല്ല, നിങ്ങൾ കള്ളനാണ് എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ വ്യാജമാണ് എന്ന് പറയുന്നത്. എല്ലാ സമ്മതത്തിനുള്ള തടസ്സമാണ്. പൂർണ്ണമായ സമ്മതം. അതിനുള്ളില് ഒരു അണുമണി തൂക്കം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഇത് പകർന്നു വരും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഹൃദയത്തിൽ നിന്നും ഒരു ഹൃദയത്തിലേക്ക് പകർന്നു വരും. ഇത് പകർച്ചവ്യാധിയാണിത്. ഇതൊരു പകർച്ചവ്യാധിയാണ്. ഇത് ഇതിൽ നിന്നും അങ്ങോട്ട് പകരുന്നതാണ് ഈ സാധനം. അല്ലാതെ ഇത് സ്പൂൺ ഫീഡ് ചെയ്യുന്നതല്ല, ഇഞ്ചക്ട് ചെയ്യുന്നതല്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എപ്പോഴാണോ ഹീലിംഗ് സമ്മതത്തോടെ ആരംഭിക്കുന്നു, അപ്പോൾ ഇതിങ്ങനെ അതിപ്പോ ഇനി നിങ്ങൾ ആരാണേലും ശരി, എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അയാൾക്കും ഇത് കിട്ടിക്കൊള്ളുന്നില്ല. അയാൾക്ക് കിട്ടണമെങ്കിൽ അങ്ങനെയൊന്നും കിട്ടൂല അത്. അവിടെയാണ് കീഴടങ്ങൽ, സറണ്ടർ ആന്തരികമായി ഉണ്ടാകേണ്ടത്, ബോഡിയിലല്ല. ബോഡിയിൽ നിങ്ങൾ കുമ്പിട്ടിട്ടും കാലേ വീണിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ. ബോഡിയിൽ നിങ്ങൾ കുമ്പിട്ടിട്ടും കാലേ വീണിട്ടും ഒന്നും ഒരു കാര്യമില്ല. അതൊക്കെ ജസ്റ്റ് ഒരു സിംബോളിക് എന്ന് മാത്രം. സിംബോളിക്. വെറും സിംബോളിക് ആയ ഒരു കാര്യം മാത്രം. ആന്തരികമായ കീഴടങ്ങലാണ് ഉണ്ടാകേണ്ടത്. ആന്തരികമായ കീഴടങ്ങൽ. നിങ്ങളുടെ പ്രതിരോധം ആ ഒഴുക്കിനെ തടയുകയാണ്. ആ വിശ്വാസം നിങ്ങളുടെ പരിവർത്തനത്തെ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെ ഓപ്പൺ ആക്കുകയാണ്. ഇല്ലെങ്കിൽ ആ കച്ചറ, ആ സഫറിങ്ങുമായി നടക്കാം. അത് ആർക്കൊരു തടസ്സവുമില്ല. എന്ത് നിർബന്ധം? ഈ വഴിക്ക് വന്നെന്നോ, ഇത് കേൾക്കണമെന്നോ, ഇത് പഠിക്കണമെന്നോ ഒരു നിർബന്ധമില്ല. ഇത് മനസ്സിലാവില്ല എല്ലാവർക്കും. മനുഷ്യന്റെ യെസ് ദിവ്യമായ യെസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു. അതാണ് നിങ്ങൾ അറിയേണ്ടത്. ഈ യെസ്, ഐ ആം സറണ്ടർ എന്ന യെസ് ദിവ്യമായ അതേ നിങ്ങൾ പ്രതിഫലിപ്പിക്കും. എല്ലാ ഉദ്ദേശങ്ങളും പ്രവർത്തിക്കും മുമ്പ് ഉയർന്നു വരുമ്പോൾ, നിങ്ങളുടെ ഹീലിംഗ് സമ്മതത്തോടു കൂടി ആരംഭിക്കുമ്പോൾ, കീഴടങ്ങൾ ആന്തരികമായ യെസ് ആണ് എന്ന് മനസ്സിലാകുക. കീഴടങ്ങൽ, സറണ്ടർ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ വ്യക്തമാക്കുന്നു, സറണ്ടറിനെ കുറിച്ച് ഒരുപാട് സെഷൻ നമ്മുടെ യൂട്യൂബ് ഇതിൽ കിടക്കുന്നുണ്ട്. പക്ഷേ കീഴടങ്ങൽ എന്നത് ആന്തരികമായ ഒരു എസ് ആണ്. ഒരു എസ് ആണ്. പ്രതിരോധം എന്നത് ഒരു നോയാണ്. നോർമൽ ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള ഒഴുക്കിനെ തടയുന്ന ഒരു നോയാണ് പ്രതിരോധം.
നിങ്ങളുടെ വിശ്വാസം എന്നത് നിങ്ങളുടെ പരിവർത്തനത്തെ, നിങ്ങൾ ട്രാൻസ്ഫോർമേഷനെ ഓപ്പൺ ചെയ്യിക്കുന്ന താക്കോലാണ്. നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നുണ്ടോ? ഒരു സൂക്ഷ്മമായ ഒരു തുറസ്, ഒരു യെസ്. നിങ്ങളെ അനുഭവിക്കാൻ, നിങ്ങളെ പൂർണ്ണമായും നിങ്ങളെ അനുഭവിക്കാൻ അനുവദിക്കുന്ന ഒരു സൂക്ഷ്മമായ ഒരു തുറവി, ഒരു യെസ്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് നിലനിൽക്കാനുള്ള, ശാശ്വതമായി നിലനിൽക്കാനുള്ള അനുമതി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ശാശ്വതമായി അപ്പൊ പിന്നെ നിങ്ങൾക്ക് മരണഭയം ഇല്ലാതാകും. അതിൽ നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ശാശ്വതമായി നിലനിൽക്കാനുള്ള അനുമതി നിങ്ങൾ അനുഭവിക്കുകയും, അതായത് സ്വർഗം എന്ന ലെവൽ ആ ലെവൽ നിങ്ങൾ അനുഭവിക്കുകയും, ആ ശാശ്വതമായി നിങ്ങൾ നിലനിൽക്കുന്നു എന്ന സത്യം, എങ്ങനെ നിലനിൽക്കുന്നു എന്ന്, ശാന്തിയും സമാധാനത്തോടെയും നിലനിൽക്കുന്നു എന്ന സത്യം നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ, അതിൽ വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങളുടെ എല്ലാ ഭയങ്ങളും ഇല്ലാതാകും. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യ ശരീരത്തിൽ നിൽക്കുമ്പോൾ ചെറിയ ചെറിയതുണ്ടാവും. പക്ഷേ യു ക്യാൻ ഫീൽ, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അത്. നിലനിൽക്കാനുള്ള അനുമതി, പെർമിഷൻ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പെർമിഷൻ, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഈ അസ്തിത്വം ഒരു നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണോ, ആദ്യോ അനുവദിക്കപ്പെട്ടതാണോ? ഇത് പെർമിഷനുള്ള കാര്യമാണ്. ആദ്യോ നിങ്ങളെ നിർബന്ധിച്ച് അത് ചെയ്യടാ, ഇത് ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, താടി ഇങ്ങനെ വെക്കടാ, തലമുടി ഇങ്ങനെ വെക്കടാ, കെട്ടിങ്ങനെ കെട്ടടാ, പെണ്ണ് ഇങ്ങനെയാടാ, ആണ് ഇങ്ങനെയാടാ, അതാണ് ഇത് നിർബന്ധിക്കപ്പെട്ട ഒരു അസ്തിത്വമാണോ, ആദ്യോ അനുവദിക്കപ്പെട്ട ഒരു അസ്തിത്വമാണോ? നിങ്ങൾ ചോദിക്കണം അത്. ആരോട് ചോദിക്കണം? നിങ്ങളോട് തന്നെ ചോദിക്കണം. എവിടെ നിന്നാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ഉത്ഭവിക്കുന്നത്? എന്നിൽ നിന്ന് തന്നെയാണോ, അതെ വേറെ വല്ലവനും പറഞ്ഞു തന്നേക്കണേ പറ്റിപ്പിൽ നിന്നാണോ എന്ന്? നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കണം. എല്ലാ റൂൾസിനും എല്ലാ നിയമങ്ങൾക്കും മുമ്പാണോ സ്നേഹം ഉണ്ടായത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. എല്ലാ ധാരണകൾക്കും പിന്നിലെ യെസ് ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം. സറണ്ടർ എന്നത് ഏറ്റവും ആദിമ ഇച്ഛാശക്തിയുമായി യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. സറണ്ടർ എന്ന് പറയുമ്പോൾ അത് കീഴടങ്ങലല്ല, ആദിമമായ ഇച്ഛാശക്തിയുമായി കണക്റ്റ് ആകുന്നതാണ്, യോജിക്കുന്നതാണ്. ആണോ അല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിട്ട് സ്വയം പരിശോധിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം, അതിന്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ജേർണിയാണിത്. ആദ്യം ചോദിക്കണം, അതിന് ശാസ്ത്ര സത്യം കണ്ടെത്തണം. ഇനി ആ ശാസ്ത്ര സത്യം കണ്ടെത്തിയിട്ട് അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എന്നോട് നേരിട്ട് സംസാരിച്ചാണ് ആള്. ഞാൻ ശാസ്ത്ര സത്യത്തെക്കുറിച്ചാണ് ചോദിച്ചു. അത് ചിന്തിക്കണം. ശാസ്ത്രമായ സത്യം, ഇങ്ങനെ ബിഗ് ബാങ് ഉണ്ടായി, ഞാനുണ്ടായി, ഭൂമി ഉണ്ടായി, അതിനപ്പുറം എന്തുണ്ട് എന്ന് ചിന്തിക്കണം. അതിനപ്പുറമുള്ള അവിടെ വന്ന് ലോക്കായി പോകരുത്. ആ ചിന്തകളാണ് ഈ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ വീണ്ടും 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 അതിനപ്പുറത്തുള്ള ക്വസ്റ്റ്യൻ, അതിനപ്പുറത്തുള്ള ക്വസ്റ്റ്യൻ, അങ്ങനെ ചോദിച്ച് 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 ചോദിച്ചാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ആദ്യം ഒരു മതവാദിയുടെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കണം. രണ്ടാമത് എല്ലാ നിരീശ്വരവാദിയുടെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കണം. ആ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചിട്ടേ നമുക്ക് ഈ വഴിയിലെത്താൻ പറ്റുള്ളൂ. കാരണം ആ രണ്ട് വഴിയുമല്ല ഇത്. ഇപ്പൊ എത്രയോ ആളുകളാണ് മതവാദികൾ, നിരീശ്വരവാദികൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇപ്പം സിസ്റ്റം തന്നെ വന്നു തുടങ്ങി. എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ വളരെ ചെറിയൊരു വിഭാഗമാണ്, പക്ഷെ നമ്മളെ എത്രയോ ആളുകൾ വീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വളരെ ചെറിയൊരു വിഭാഗമാണ്, വളരെ ഒരു 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 വളരെ കുഞ്ഞു ഒരു വിഭാഗം. പക്ഷെ ആരൊക്കെയോ എന്തൊക്കെയോ എത്രയോ ആളുകൾ, നമ്മൾ ഇപ്പൊ എല്ലാവരും പറഞ്ഞത് ഇതാണ്: സറണ്ടർ, മതവാദികള്, നിരീശ്വരവാദികള് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേര്. കൊള്ളാം. ഒരു മാറ്റത്തിന് നമ്മൾ
കാരണമായി. തീർച്ചയായും നമ്മൾ ഒരു മനുഷ്യനാണ്, വേറെ ഒന്നുമല്ല. അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഞാനൊരു മനുഷ്യനാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യനാണ്, വേറെ ഒന്നുമില്ല, ഒരു മനുഷ്യനാണ്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനാണ് എന്ന് ആദ്യം അറിയേണ്ടത്, അത് അറിഞ്ഞാൽ മതി. ഒരു മനുഷ്യനാണ് എന്ന് അറിയുന്ന ഒരാൾ സൂപ്പറാണ്. അതെങ്കിലും അറിഞ്ഞല്ലോ. ഞാൻ ഈ പറയുന്ന ഒരു സിസ്റ്റവുമല്ല, ഞാൻ ഈ പറയുന്ന ഒരു വാദിയുമല്ല, ഒന്നുമല്ല. ഞാനൊരു മനുഷ്യനാണ് എന്നറിഞ്ഞാൽ അവിടം വരെ എത്തിയില്ലോ. ഇനി അതിനപ്പുറത്ത് എന്താണെന്ന് അന്വേഷിച്ച് സ്വന്തം അന്വേഷിച്ച് നോക്ക്. കിട്ടിയാ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ഇല്ലെങ്കിൽ വിട്ടേക്ക്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് ആകസ്മികമല്ല. നിങ്ങളുടെ ശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ക്രമരഹിതമല്ല, വളരെ ക്രമമായിട്ടാണ്. പ്രപഞ്ചം ഇപ്പോഴും എസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിത്യസമ്മതത്തിന്റെ ഒരു അക്ഷരമാണ്. നിത്യസമ്മതത്തിന്റെ ഒരു അക്ഷരമാണ് നിങ്ങൾ. ഒന്നും ആകസ്മികമല്ല. നിങ്ങളുടെ ശ്വാസം ക്രമരഹിതവുമല്ല. പ്രപഞ്ചം ഇപ്പോഴും ആ എസ് എന്ന് പറയുന്നുണ്ട്. ആ എസ് എന്നൊന്ന് കേട്ടാ മതി. നിങ്ങൾ നിത്യസമ്മതത്തിന്റെ ഒരു അക്ഷരമാണ് എന്ന് സ്വയം ഫീൽ ചെയ്യണം. ആരിലും പറഞ്ഞു തന്നിട്ടല്ല, എന്തെങ്കിലും വിശ്വസിച്ചിട്ടല്ല. ഇനി ഒരു മതവാദിയോ ഒരു നിരീശ്വരവാദിയോ പറയുന്നത് വിശ്വസിക്കാനാണോ നിങ്ങൾ വന്നത്? അല്ലല്ലോ. സ്വയം കണ്ടെത്തരുത്. സ്വയം കണ്ടെത്താനാണ് നിങ്ങൾ വന്നത്. ഞാനൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ആദ്യം മതത്തിന്റെ വേരുകൾ പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഒരാൾ മനുഷ്യനാണെന്ന് പറയാ, അല്ലേ? അതൊരു സ്റ്റെപ്പാണ്. ഓക്കെ, വെരി ഗുഡ്. നീ ഒരു സ്റ്റെപ്പ് വച്ചിരിക്കുന്നു. അതിനപ്പുറം നീ എന്താണ്? ഒരു നായയോ, ഒരു പശുവോ, ഒരു കാക്കയോ? അവർക്കൊന്നുമില്ലാത്തത് എന്തോ ഒന്ന് നിനക്കില്ലേ? അപ്പൊ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്താണ്. സ്വയം കിട്ടും അത്, അതാരും പറഞ്ഞു തരണ്ട. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ കഴിയും. ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീലിംഗ്. ഓക്കെ. നിങ്ങൾ വിചാരിക്കണത് ഈ മനുഷ്യനാണ് മനുഷ്യനാണ് എന്ന് പറയുന്നവർ മാത്രമാണ് നിരീശ്വരവാദികൾ എന്നാ? അല്ലാട്ടോ. ഈ മതത്തിൽ നിൽക്കുന്നവർക്കും അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. എല്ലാവർക്കും. ചിലർക്കൊക്കെ ഉണ്ട് കേട്ടോ. ചിലരൊക്കെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അതാണ് സത്യം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ലാത്തവർക്ക് അതല്ല അവർ തെറ്റുകൾ ചെയ്യണത്. ആ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഒരു മതത്തിൽ നിന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എങ്ങനെ തെറ്റ് ചെയ്യുക? തെറ്റെന്ന് പറഞ്ഞ സാധനം ഇല്ല. പക്ഷെ എന്നാൽ പോലും മറ്റുള്ള ആത്മാക്കളെ ദ്രോഹിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും അവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യണത് എങ്ങനെയാ? അവർക്ക് ഈ ദൈവം എന്ന് പറഞ്ഞൊരു വിശ്വാസം ഉണ്ട്, പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ അതുണ്ടാവൂലല്ലോ. അപ്പൊ അതൊരു ഒരു 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 ട്രിക്കാണത്. മനസ്സിലായില്ലേ? അതൊരു അത്രേ ഉള്ളൂ. എന്നാൽ സ്വയം അറിഞ്ഞൊരു മനുഷ്യൻ, അത് സകല ജീവജാലങ്ങളോടും, ഒരു ചെടിയെ പോലും അവൻ പറിക്കില്ല ആവശ്യമില്ലാതെ. ഒരു ചെടിയെ പറിക്കാൻ അവൻ പോകുമ്പോൾ അവന് മനസ്സിലാവും ഇതും ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. ഇതെനിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറിക്കും, ഇല്ലെങ്കിൽ അവൻ അതിനെ അവിടെ നിലനിർത്തും. ചുമ്മാ പോകുമ്പോൾ ഒരു രസത്തിന് ഇങ്ങനെ പറിച്ചോണ്ട് പോകില്ല. അതൊക്കെ നിൽക്കും. ആ ഒരു ചെടിയോട് പോലും അവൻ ബഹുമാനം കാണിക്കും. അതിന് ഒരു മതവും വേണ്ട, ഒരു വർഗവും വേണ്ട, ഒരു വർണ്ണവും വേണ്ട, ഒന്നും വേണ്ട. ഓരോരുത്തരുടെയും സറണ്ടറൻസ് വ്യത്യാസമാണ്, അവർ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച്. ഓരോരുത്തരുടെയും ഈഗോ ഡെസൊല്യൂഷൻ, ഈഗോ ഡിസോൾവിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈഗോ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഈഗോയുടെ മരണം, ഡെത്ത് ഓഫ് ഈഗോ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്.
ഒരിക്കലും ഒരുപോലെയല്ല. ഓരോരുത്തരുടെയും ഫീലിംഗും വ്യത്യസ്തമാണ്. അതാണ് അതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഈ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മദ്യം കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടൊക്കെയുള്ള എൻജോയ്മെന്റ്, എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള എൻജോയ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഏകദേശം ഒരുപോലെ ആയിരിക്കും. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഫിറ്റ് ആകുന്നത് ഒരുപോലെ ആയിരിക്കും. അവർ പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും, പക്ഷെ ഫീലിംഗ് ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എഫക്റ്റ് വേദന സംഹാരിയാണ്. ആ വേദന നിങ്ങൾക്ക് ഇല്ലാതാകുന്ന ഒരുപോലെ ആയിരിക്കും. പക്ഷെ ഈ ഒരു കാര്യം മാത്രം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഇതിന്റെ എൻജോയ്മെന്റും വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, വെറുതെ ഒരു രസത്തിന് കയറിയവർ, ഒരു ചോദ്യം ചോദിക്കാൻ വന്നവർ, വിമർശനാത്മകമായി ഇതിൽ വന്നവർ, എല്ലാവരും എൻജോയ് ചെയ്യുന്നത് വ്യത്യസ്ത തലത്തിലാണ്. എല്ലാവരും എൻജോയ് ചെയ്യുന്ന വ്യത്യസ്ത തലത്തിലാണ്. ഇപ്പൊ ഒരു വിമർശനാത്മകമായി ഇവിടെ വന്ന ഒരാൾ കൂട്ടിക്കോ, അയാൾ ഇതിനൊരു എൻജോയ് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, വിമർശിക്കാനുള്ള ഒരു എൻജോയ്മെന്റ്, അതും വ്യത്യസ്ത തലമാണ്. ആസ്വദിക്കുന്നതും എല്ലാവരും വ്യത്യസ്തമായിട്ടാണ്. ഒരാൾ പോലും ഒരുപോലെ ഇതിനെ ആസ്വദിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ കിട്ടിയിട്ടുണ്ടാകും പലർക്കും. കാരണം ഇതൊരു എനർജി ഫീൽഡാണിത്. ആ എനർജി ഫീൽഡ് നിങ്ങൾക്ക് അല്ലാതെയും അനുഭവിക്കാൻ പറ്റും. കണ്ണടച്ചിരുന്നാൽ മാത്രമല്ല, കണ്ണ് തുറന്നിരുന്ന് നിങ്ങളിത് വീക്ഷിച്ചാലും നിങ്ങൾക്ക് ആ ഫീൽ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ബുദ്ധിയൊന്നുമില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. ഇതെന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇത് 100% സത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. നാളെ എന്നോട് പറഞ്ഞുകൊണ്ട് വരും ഇത് 100% സത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്തു എന്നുള്ളൂ. ബെറ്റർ ഓപ്ഷൻ, ഒരാളുകൾക്ക് സമാധാനം കിട്ടുക എന്നുള്ളതാണ് മനുഷ്യന്റെ ആവശ്യം. ആ സമാധാനം കിട്ടുക എന്നുള്ള ഒരു 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 ലക്ഷ്യം മാത്രമേ ഇതിനകത്തുള്ളൂ. ലിവിങ് ഇൻ പീസ്. നമ്മുടെ ട്രസ്റ്റിന്റെ പേര് അതാണ്, ലിവിങ് ഇൻ പീസ്. സമാധാനത്തിൽ ജീവിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതിന് അതല്ലേ മനുഷ്യന്റെ ആവശ്യം. അപ്പൊ ഈ പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ആ സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ നിരീശ്വരവാദികൾക്ക് കുറച്ച് സമാധാനം കൂടുതലുണ്ടാവും. എന്തുകൊണ്ടാ? അവർ ഓൾറെഡി കുറെ സാധനം പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് അറിയില്ല. അവിടെയാണ് അവരുടെ ആശങ്ക വരുന്ന ഏത് സമയത്താണെന്ന് അറിയും? ഏറ്റവും അവസാന കാലഘട്ടത്തിലായിരിക്കും. അവരുടെ ടെൻഷൻ, അല്ലാത്ത സമയം നല്ല ആരോഗ്യത്തോട് കിടക്കുമ്പോൾ ഒന്നും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ കൂളായിട്ട്, കാരണം പ്രേതവും ഇല്ല, ഭൂതവും ഇല്ല, പിശാചും ഇല്ല, ഒന്നുമില്ല. വളരെ കൂൾ. പക്ഷെ അവരുടെ വീടിന്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ അവരുടെ മക്കള്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് അവര് പിന്നെ പ്രശ്നത്തിലോട്ട് വരുന്നത്. അല്ലാത്ത സമയത്തൊക്കെ അവർക്ക് ഭയങ്കര പവറായിരിക്കും. അത് മതിയോ? അതിനപ്പുറം ഒരു പവർ ഉണ്ടെങ്കിലോ? ഈ പറയുന്ന ഇതിനെല്ലാം അപ്പുറം. അതാണ് നമ്മുടെ പാരമ്പര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് എല്ലാരെയും യോജിക്കുന്ന ഏകതയാണ്. എല്ലാരും യോജിക്കുന്ന ഏകത. ജാതി, മത, വർഗ, വർണ്ണ, പാവപ്പെട്ടവൻ, പണക്കാരൻ, എല്ലാം ഭേദമെന്നെ ഒരുമിക്കുന്ന ഒരു ഐക്യം, മാനവ ഐക്യം, ഏകമാനവികത. അതിൻ്റെ ഉള്ളിൽ നിന്നേ ഇത് പൊട്ടിമുളയ്ക്കുള്ളൂ, ഈ സമാധാനം. ഒരിക്കലും നിങ്ങൾക്ക് ആരെയും കൺവേർഷൻ ചെയ്യാൻ കഴിയില്ല. ചുമ്മാ നിങ്ങളുടെ മൂഢമായ ഒരു വിശ്വാസമാണ് ലോകത്തെ മുഴുവൻ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്ന്. ഒരിക്കലും കഴിയില്ല. അത് മൂഢമായ ഒരു വിശ്വാസമാണ്. അതാണ് വർഗീയത ഉണ്ടാക്കുന്നത്, അതാണ് തീവ്രവാദം ഉണ്ടാക്കുന്നത്. ഒരിക്കലും കഴിയില്ല അതിന്. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും കഴിയില്ല. നമ്മളിതൊക്കെ ഈ വഴിയൊക്കെ സഞ്ചരിച്ചു വന്നതാ. ഇതൊന്നും കഴിയില്ലാത്ത സംഭവമാണ്. ഒരിക്കലും കഴിയില്ല.
അത് എല്ലാം ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഞാൻ. ഒന്നും കഴിയില്ല എന്ന് മനസ്സിലായി. ഏകമാനവികത, അത് മാത്രമാണ് ശാശ്വതമായത്. അല്ലയോ മനുഷ്യ സമൂഹമേ, ഇത് മാത്രമാണ് ശാശ്വതമായത്. അതിനപ്പുറം ഒന്നും ശാശ്വതമല്ല. ആ കോൺഷ്യസ്നെസ് നിങ്ങളിൽ നിന്ന് ഉണർന്ന് പകർച്ചവ്യാധിയായി മറ്റുള്ളവരിലേക്ക് വ്യാപിക്കേണ്ടതാണ്. അങ്ങനെ മാത്രമേ ഈ ലോകത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയുള്ളൂ. നിങ്ങളിൽ നിന്നുണ്ടായ ഒരു 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 ചെറിയ ഒരു പകർച്ചവ്യാധി അത് ഈ സമൂഹത്തിലേക്ക് മൊത്തം പടർന്ന് എല്ലാവരെയും ഒന്നായി കണ്ട് നിരീശ്വരവാദിയെയും മതവാദിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം പടർന്നു പിടിച്ചാൽ മാത്രമേ ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും സ്വാതന്ത്ര്യം നൽകാൻ കഴിയുള്ളൂ. അതല്ലേ നമ്മുടെ ഉദ്ദേശം, അതല്ലേ നമ്മുടെ ലക്ഷ്യം, അതല്ലേ നമ്മുടെ സന്തോഷം. നമ്മുടെ ഈ വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഈ രോഗങ്ങളിൽ നിന്നും ഈ പൈസയില്ലായ്മയിൽ നിന്നും ഒക്കെ സ്വാതന്ത്ര്യം നേടി എല്ലാവർക്കും സമാധാനം നൽകുക. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ ബട്ട് ഡിഫിക്കൽട്ട്. വെരി സിമ്പിൾ ബട്ട് ഡിഫിക്കൽട്ട്. ഓക്കെ. അപ്പോ നന്നായിട്ട് വീണ്ടും വീണ്ടും കേൾക്കുക.